ജാവാസ്ക്രിപ്റ്റിൽ ഒബ്ജക്റ്റ് ഡീസ്ട്രക്ചറിങ് വളരെ എളുപ്പമാണ്. പക്ഷേ ഒബ്ജക്റ്റ് നെസ്റ്റഡ് ആകുമ്പം പലപ്പോഴും ഡീസ്ട്രക്ചറിങ് ഭയങ്കര കോംപ്ലക്സ് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട്. പക്ഷേ ഒരു എളുപ്പപ്പണിയുണ്ട്, പറഞ്ഞുതരാം. ഇവിടെ കണ്ടോ, ഇവിടെ എൻ്റെ അടുത്ത് ഡാറ്റ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ഉണ്ട്. അതിന് ഒരുപാട് നെസ്റ്റഡ് പ്രോപ്പർട്ടീസ് ഉണ്ട്. സെറ്റിങ്സ്, തീം, അതേപോലെ തീമിൻ്റെ ഉള്ളിൽ കളറ്, ഫോണ്ട് സൈസ്. സപ്പോസ് എനിക്ക് ഈ കളറും ഫോണ്ട് സൈസും ഡീസ്ട്രക്ചർ ചെയ്യണം. അപ്പോൾ അതിനുള്ള എളുപ്പപ്പണി എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റിൻ്റെ നെയിം നോക്കുക. ഇവിടെ മെയിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാറ്റയാണ്. അപ്പോൾ എന്ത് ചെയ്യുക? കോൺസ്റ്റ് ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുക, ഈക്വൽ ടു ഡാറ്റ എന്ന് കൊടുക്കുക. ഓക്കെ, ഇതാണല്ലോ നമ്മൾ നോർമലി ഡീസ്ട്രക്ചർ ചെയ്യുമ്പോഴുള്ള ഒരു സിൻടാക്സ് എന്ന് പറയുന്നത്. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഈ സെറ്റിങ്സ് മൊത്തം കോപ്പി ചെയ്യുക, എന്നിട്ട് ഇതിൽ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഈ കളറും ഫോണ്ട് സൈസുമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് ഈ കളറിന് ശേഷമുള്ള ഈ കോളനും അതിൻ്റെ വാല്യൂം ഒഴിവാക്കുക. കോമ അവിടെ തന്നെ വെക്കുക. അതേപോലെ ഫോണ്ട് സൈസും അതിൻ്റെ വാല്യൂം ഒഴിവാക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടും. ഈ കളറും ഫോണ്ട് സൈസും പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ വാല്യൂസ് കിട്ടും. ഓക്കെ, ഇനി നിങ്ങൾക്ക് തീമാണ് വേണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ഇത് മൊത്തം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? തീം കിട്ടും. ഓക്കെ, ഇനി സെറ്റിങ്സ് ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിലോ, ഈ തീം മൊത്തം ഒഴിവാക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? സെറ്റിങ്സും കൂടി കിട്ടും. ഒരു മിനിറ്റ്, ഇതാ ഇതിവിടെ ഒഴിവായി കഴിഞ്ഞാൽ സെറ്റിങ്സും കൂടി കിട്ടും. ഇതല്ലേ നോർമൽ ഡീസ്ട്രക്ചറിങ്. അപ്പം നെസ്റ്റഡ് ഡീസ്ട്രക്ചറിൽ നിന്ന് നമ്മൾ നോർമൽ ഡീസ്ട്രക്ചറിലേക്ക് എത്തിയത് കണ്ടോ? അപ്പോൾ നെസ്റ്റഡ് ഡീസ്ട്രക്ചറിങ് ഇപ്പോൾ എളുപ്പമല്ലേ? അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ ഇങ്ങനത്തെ വീഡിയോയ്ക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പം വേറെ ഒരു വീഡിയോ ആയിട്ട് ഇനിയും വരുന്നതായിരിക്കും. അതുവരെ ബൈ ബൈ.